കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഷാലോം ടി വിയിലെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യം എപ്പോഴും നമ്മൾ നിറനിൽക്കുവാനും അവിടുത്തെ ആശീർവാദം എപ്പോഴും ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിച്ച സന്തോഷത്തിലായിരിക്കും നമ്മൾ. ആ രക്ഷകൻ്റെ വരവും സാന്നിധ്യവും അനുദിന ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ ഇടവരുത്തട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം എപ്പോഴും നമ്മുടെ വ്യക്തിജീവിതത്തിനും കുടുംബത്തിനും ലഭിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹഭാജനമായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ ജീവിത നിയോഗങ്ങളെയും എല്ലാ സാഹചര്യങ്ങളെയും പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. ദൈവ മാതൃത്വ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം പരിശുദ്ധ അമ്മയെ നമ്മുടെ എല്ലാവരുടെയും ലോകം മുഴുവൻ്റെയും അമ്മയായി എപ്പോഴും സ്വീകരിക്കുവാൻ അംഗീകരിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിര പിയോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഴ്ത്തപ്പെട്ട റാണി മരിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊലോസ്യർക്കുടെ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 11-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് ആശംസിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 42-43 തിരുവചനം. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി, അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? മറിയത്തെ കർത്താവിൻ്റെ അമ്മയായി, ദൈവത്തിൻ്റെ അമ്മയായി ആദ്യമായി പ്രഘോഷിക്കുന്നത്, ഉദ്ഘോഷിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ എലിസബത്താണ്. ഇന്ന് ജനുവരി 1-ാം തീയതി ദൈവമാതാവിൻ്റെ തിരുനാൾ, മറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ സഭ ആഘോഷിക്കുകയാണ്. ഒരു വർഷത്തിൻ്റെ ആരംഭ ദിവസം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രയും വലിയ ബഹുമാനം കൊടുത്ത് ആദരവ് കൊടുത്ത് ഈ തിരുനാൾ സഭ ആഘോഷിക്കുമ്പോൾ ഈ വർഷം മുഴുവനും ഓരോ മാസവും പരിശുദ്ധ അമ്മയുടെ തിരുനാൾ സഭ ആഘോഷിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ജനുവരി മാസം 1-ാം തീയതി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മാതൃത്വ തിരുനാൾ ആഘോഷിക്കുന്നു. ഫെബ്രുവരി മാസം 11-ാം തീയതി ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. മാർച്ച് മാസം മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്നു. ഏപ്രിൽ മാസം കരുണയുടെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. മെയ് 31-ന് സ്വർഗറാണി ആ തിരുനാൾ ആഘോഷിക്കുന്നു. ജൂൺ മാസം വിമലഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു. ജൂലൈ മാസം കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഓഗസ്റ്റ് 15-ന് മാതാവിൻ്റെ സ്വർഗാരോപണം ആഘോഷിക്കുന്നു. സെപ്റ്റംബർ 8 മറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നു. ഒക്ടോബർ 7-ന് ജപമാല രാജ്ഞി തിരുനാൾ ആഘോഷിക്കുന്നു. നവംബർ 21-ന് മറിയത്തിൻ്റെ ദേവാലയത്തിലുള്ള സമർപ്പണം ആഘോഷിക്കുന്നു. ഡിസംബർ 8 അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്നു. ഇപ്പോൾ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 12 മാസങ്ങളിലും ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും പരിശുദ്ധാമ്മയുടെ
തിരുനാൾ ആഘോഷിക്കുന്നത് പരിശുദ്ധാമ്മയ്ക്ക് സഭയിൽ, പരിശുദ്ധാമ്മയ്ക്ക് വിശ്വാസികളിടയിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, സ്വാധീനമുണ്ട്, എത്രമാത്രം ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ വർഷ ആരംഭം തന്നെ മറിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മദർ ഓഫ് ഗോഡ്, ദൈവമാതാവ് എന്ന സ്ഥാനമഹിമ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് മറിയത്തോടുള്ള സ്നേഹവും ആദരവും സഭ ഏറ്റെടുക്കുകയാണ്. മാതാവിനെക്കുറിച്ച് പ്രധാനമായി 4 പ്രബോധനങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അതിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് മേരി ഈസ് ദ മദർ ഓഫ് ഗോഡ്, മറിയം ദൈവത്തിൻ്റെ അമ്മ. രണ്ടാമത്തത് മേരി ഈസ് കൺസീവ്ഡ് വിത്തൗട്ട് ഒറിജിനൽ സിൻ, ജന്മപാപമില്ലാതെ ജനിച്ചവൾ. മൂന്നാമത്തത് മേരി ഹാസ് റിമൈൻഡ് എ പെർപ്പച്വൽ വെർജിൻ, മറിയത്തിൻ്റെ നിത്യ കന്യാത്വം. നാലാമത്തത് മേരി ഹാസ് ബീൻ അസ്യൂംഡ് ഇൻ ടു ഹെവൻ, മറിയത്തിൻ്റെ സ്വർഗാരോപണം. ഇപ്പോൾ പരിശുദ്ധ ദൈവമാതവുമായി ബന്ധപ്പെട്ട സഭയുടെ എല്ലാ പ്രബോധനങ്ങളും ഈ 4 ഔദ്യോഗിക പ്രഘോഷണത്തെയോ പ്രബോധനത്തെയോ സിദ്ധാന്തങ്ങളെയോ ഡോഗ്മയോ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തുമാണ് മേരി ഇസ് ദ മദർ ഓഫ് ഗോഡ്, മറിയം ദൈവത്തിൻ്റെ മാതാവ്, ദൈവമാതാവ്. നമ്മൾ പരിശുദ്ധമ്മയോട് കാണിക്കുന്ന ബഹുമാനാദരവിൻ്റെയും എല്ലാവിധ പ്രാർത്ഥനകളുടെയും മാധ്യസ്ഥത്തിൻ്റെയും ആഘോഷത്തിൻ്റെയൊക്കെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറിയത്തിൻ്റെ ദൈവ മാതൃത്വമാണ് എന്ന് നമുക്ക് ഓർക്കാം. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മരിയ ഭക്തി എല്ലാ കാലത്തും രൂപപ്പെട്ടതും ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്നതും. ഞാനും നിങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ മാതാവിനോട് ഇത്രമാത്രം ഭക്തിയും സ്നേഹവും ബഹുമാനവും ആദരവും കാണിക്കുന്നത്. അവൾ ദൈവ മാതാവാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ബൈബിളിൽ തന്നെയാണ് മറിയത്തിൻ്റെ മാതൃത്വത്തെക്കുറിച്ചുള്ള, ദൈവമാതൃത്വത്തെക്കുറിച്ചുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു അറിവ് നമുക്ക് കിട്ടുന്നത്. എലിസബത്ത് മറിയത്തെ കണ്ടുകൊണ്ട് പറഞ്ഞത്, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ എന്ത് ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് മാതാവിൻ്റെ ദൈവമാതൃത്വം എന്ന് പറയുന്ന സ്ഥാനത്തെക്കുറിച്ച് അറിയുവാൻ വേണ്ടി നമ്മൾ വേറെ എങ്ങോട്ടും പോകേണ്ട, വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് അതിന് ആരംഭം കുറിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജനനത്തിനു വേണ്ടി പരിശുദ്ധ അമ്മയെ ഒരുക്കി എന്നുള്ളതാണ്. ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗത്ത് തന്നെ 3-ാം അധ്യായത്തിൽ സ്ത്രീയും അവളുടെ സന്താനവും എന്നൊരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായത്തിലൊക്കെ സ്ത്രീയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈശോയുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം മാതാവിനെ ഈശോ അഭിസംബോധന ചെയ്തുവോ ഒരിക്കൽ പോലും ഈശോ അമ്മ എന്ന് വിളിച്ചിട്ടില്ല, മറിച്ച് സ്ത്രീയെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈശോ ഉപയോഗിക്കുന്ന സ്ത്രീ എന്ന പദം ആരംഭത്തിലുള്ള ദൈവവാഗ്ദാനത്തിൻ്റെ രക്ഷകൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു സ്ത്രീയെക്കുറിച്ചുള്ള സൂചനയും ഒന്ന് തന്നെയാണ്. അപ്പോൾ രക്ഷകന് വരുവാൻ വേണ്ടി രക്ഷാ വാഗ്ദാനം ചെയ്യുന്ന ദൈവം ആ രക്ഷകന് ജന്മമെടുക്കുവാൻ അതേസമയം തന്നെ ഒരു സ്ത്രീയെ ഒരുക്കി എന്നുള്ളത് അത്ഭുതകരമായ ദൈവപരിപാലനയുടെ ഭാഗമായിട്ട് കാണണം. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ യേശുവിൻ്റെ അമ്മയായി മാത്രമല്ല ദൈവത്തിൻ്റെ അമ്മയായി നമ്മൾ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ഏറ്റുപറയുന്നുണ്ടെങ്കിൽ ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ അറിയേണ്ടതാണ്. കത്തോലിക്ക സഭയിൽ ജനുവരി മാസം 1-ാം തീയതിയാണ് ഈ മാതാവിൻ്റെ അല്ലെങ്കിൽ മാതാവ് എന്ന സ്ഥാനത്തിൻ്റെ ദൈവമാതൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. അതിന് ബൈസൻ്റെയിൻ, വെസ്റ്റ് സിറിയക്ക്, ഈസ്റ്റ് സിറിയക്ക് എന്നീ സഭയിലെല്ലാം ഇത് ഡിസംബർ മാസം 26-ാം തീയതി ആഘോഷിക്കുന്നു. കോപ്റ്റിക് സഭയിലും ചില ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിലും ജനുവരി 16-ന് ആഘോഷിക്കുന്നു. അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭയിൽ ഒക്ടോബർ മാസം 11-ാം തീയതി ആഘോഷിക്കുന്നു. അതുകൊണ്ട് മിക്കവാറും എല്ലാ ക്രിസ്തീയ വിശ്വാസ വിഭാഗത്തിൽപ്പെട്ടവരും പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് വിവിധ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈശോയുടെ ജനനത്തിൻ്റെ 8-ാം തിരുനാൾ, ഈ ക്രിസ്മസ് ഒക്ടോബസ് എന്നാണ് പറയുന്നത്, ഈ 8-ാം ദിവസം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഈ വലിയൊരു ആദരവ് സഭാവിശ്വാസ സമൂഹം എല്ലാ കാലത്തും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ മറിയത്തിനുള്ള ഈ ഒരു പ്രത്യേകത അത് ദൈവത്തിൻ്റെ ഒരു സവിശേഷമായ തീരുമാനത്തിൻ്റെയും പദ്ധതിയുടെയും ഭാഗമാണ്. ഒരുപക്ഷെ മറിയത്തിന് ഔദ്യോഗികമായിട്ട് ഈ ഒരു പദം
കൊടുത്തത് നിങ്ങൾക്കറിയാവുന്നതുപോലെ എഫേസസ് കൗൺസിൽ വെച്ചാണ് AD 431. അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് മറിയത്തിന് സ്ഥാനം ഇല്ല എന്നുള്ളതല്ല. മാതാവിനെ എല്ലാ കാലത്തും വിശ്വാസ സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. അത് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് സമയത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. അതിനെ തുടർന്ന് സഭയുടെ എല്ലാ കാലങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും സഹായവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു നിയതമായ പ്രബോധനമോ അല്ലെങ്കിൽ ഒരു മരിയോളജി എന്ന് വേണേൽ പറയാം, അങ്ങനെ ഒരു ദൈവശാസ്ത്രം രൂപപ്പെട്ടത് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് മുതലാണ്. അദ്ദേഹത്തിൻ്റെ കാലം മുതലാണ് മറിയത്തെക്കുറിച്ച് ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി ഒരു പഠനവും പ്രബോധനവും ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു പഠന ശാഖ രൂപപ്പെടുന്നത് ആ കാലഘട്ടത്താണ്. പിന്നീട് അതിനുശേഷം വന്ന സഭാപിതാക്കന്മാർ തെർത്തുല്യൻ, ഐറേനിയൂസ് എന്നീ വിശുദ്ധന്മാർ, എന്നീ സഭാപിതാക്കന്മാരിലൂടെ ഇത് കുറേയും കൂടെ രൂപപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഹിപ്പോൾസ് എന്ന് പറയുന്ന വിശുദ്ധൻ, അദ്ദേഹം AD 225 കാലങ്ങളിലാണ്. അദ്ദേഹം മറിയത്തെ വിളിക്കുന്ന ഒരു പേര് ഗോഡ് ബെയറർ എന്നാണ്, ദൈവവാഹക. ഒരുപക്ഷെ മറിയത്തിന് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ആട്രിബ്യൂഷനാണ് ദൈവവാഹക എന്ന പ്രയോഗം. അത് AD 3-ാം നൂറ്റാണ്ടിൽ, അതിൽ 225 കാലങ്ങളിൽ വിശ്വാസികളിടയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യ സഭയിൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സവിശേഷമായ സ്ഥാനവും അംഗീകാരവും ആദരവും കൊടുത്തു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മാതാവിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ നൂറ്റാണ്ടുകൾ ശേഷമാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടതെങ്കിലും ആദിമസഭ മുതൽ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം മുതൽ സുവിശേഷം മുതൽ ഈ കർത്താവിൻ്റെ അമ്മ, ദൈവത്തിൻ്റെ അമ്മ എന്ന പ്രയോഗം മറിയത്തിന് കൊടുത്തിരുന്നു. അതിൻ്റെ ഔദ്യോഗികമായ ഒരു രൂപം ഉണ്ടായിരിക്കുന്നത് ഞാൻ ഈ സൂചിപ്പിച്ച 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് കാലങ്ങളിലാണ്. അപ്പോൾ ദൈവവാഹക എന്ന പ്രയോഗം ആ സമയത്താണ് ഈ കൗൺസിൽ കൂടി മറിയത്തിന് ഒരു പദം കൊടുക്കുന്നത് തെയോട്ടോക്കോസ്, മദർ ഓഫ് ഗോഡ്, മാതർ ദേയി. ഇങ്ങനെയൊരു ഉപയോഗം, ഇങ്ങനെയൊരു വിശേഷണം കൊടുത്തപ്പോഴാണ് അവിടെ ഒരു പാഷണ്ഡത കയറി വരികയും ആ പാഷണ്ഡതയെ തുടർന്ന് മറിയം എന്ന് പറഞ്ഞാൽ തെയോട്ടോക്കോസ് അല്ല, ദൈവമാതാവല്ല, ക്രിസ്തോത്തോക്കോസ്, ഇതാണ് വാക്ക് ഉപയോഗിക്കുന്നത്. ക്രിസ്തുവിൻ്റെ അമ്മയാണ്. അപ്പോൾ ഒന്ന് ദൈവത്തിൻ്റെ അമ്മ, 2 ക്രിസ്തുവിൻ്റെ അമ്മ. ഇതിലേത് സ്വീകരിക്കണമെന്ന് കൗൺസിലിൽ വലിയ ചർച്ച നടന്നപ്പോൾ നെസ്യോറിൻ എന്ന് പറയുന്ന ഒരു പാഷണ്ഡതയോടെ അദ്ദേഹമാണ് ഇത് കൊണ്ടുവന്നത്. തെയോട്ടോക്കോസ് അല്ല, ദൈവമാതാവല്ല, ക്രിസ്തുമാതാവാണ് മറിയമെന്ന് അദ്ദേഹം വാദിച്ചത്. ഏതാനും ചില അദ്ദേഹത്തിൻ്റെ കൂടി ആ സമയത്ത് അലക്സാണ്ടറിലെ വിശുദ്ധ സിറിൽ അടക്കമുള്ള സഭാപിതാക്കന്മാർ പറഞ്ഞു അത് ക്രിസ്തോത്തോക്കോസ് അല്ല, തെയോട്ടോക്കോസ് ആണ്. ക്രിസ്തുവിൻ്റെ അമ്മ മാത്രമല്ല, അത് ദൈവത്തിൻ്റെ അമ്മയാണ്. ഇന്ന് നമ്മൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ മറിയം എങ്ങനെയാണ് ദൈവത്തിൻ്റെ അമ്മയാകുന്നത്? അതിന് കാരണം പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മൾ ചിന്തിക്കുന്നത് ഈ ദൈവമെന്ന് വിളിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ അമ്മയാണ്. അല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, ത്രിത്വമാണല്ലോ. ത്രിത്വത്തിലെ 2ാമത്തെ വ്യക്തി അതാണ് ഈശോ. ഈ 2ാമത്തെ വ്യക്തിയുടെ അമ്മയാണ് മറിയം. 3ാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിൻ്റെയോ 1ാമത്തെ വ്യക്തിയായ പിതാവിൻ്റെ അമ്മയല്ല, ത്രിത്വത്തിലെ 2ാമത്തെ വ്യക്തിയായ യേശുവിൻ്റെ അമ്മയാണ് മറിയം. ഇനി യേശു ആരാണ്? യേശു ദൈവമാണ്, യേശു മനുഷ്യനാണ്. ഈശോ എന്ന് പറയുന്ന വ്യക്തി, ത്രിത്വത്തിൽ 2ാമത്തെ വ്യക്തി, മനുഷ്യാവതാരം ചെയ്യുമ്പോൾ, മനുഷ്യരൂപം എടുക്കുമ്പോൾ ആ വ്യക്തിയിൽ ദൈവത്വവുമുണ്ട്, മനുഷ്യത്വവുമുണ്ട്. അപ്പോൾ ദൈവികതയുടെ പൂർണ്ണത ഈശോയിലുണ്ട്, മാനുഷികതയുടെ പൂർണ്ണത ഈശോയിലുണ്ട്. മറിയം എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയുള്ള യേശു ക്രിസ്തുവിനെയാണ് ഉദരത്തിൽ വഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പൂർണ്ണ ദൈവമായ, പൂർണ്ണ മനുഷ്യനായ യേശു ക്രിസ്തുവിനെയാണ് പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഉദരത്തിൽ സ്വീകരിക്കുന്നത്. അപ്പം മറിയത്തിൻ്റെ ഉദരത്തിൽ രൂപപ്പെടുന്ന വ്യക്തി യേശു ക്രിസ്തു ഒരേ സമയം ദൈവമാണ്, ഒരേ സമയം മനുഷ്യനുമാണ്. നമുക്കറിയാം ഈശോയെക്കുറിച്ച് പലരും പല രീതിയിൽ പറയുകയും പലരും ഈശോ ബഹുമാനിക്കുന്നുണ്ട്. നല്ലവനായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നവരുണ്ട്.
വിപ്ലവകാരി എന്ന് പറയുന്നുണ്ട്, ഒരു ഭരണ പരിഷ്കർത്താവ് എന്ന് പറയുന്നുണ്ട്, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നുണ്ട്, അത്ഭുത പ്രവർത്തകൻ എന്ന് പറയുന്നുണ്ട്, നല്ലൊരു പ്രഭാഷകൻ എന്ന് പറയുന്നുണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങൾ ലോകത്തെ പഠിപ്പിച്ച വ്യക്തി എന്ന് പറയാറുണ്ട്. ഈ അടുത്ത ഇടയ്ക്ക് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഞാനൊരു സ്കൂളിൽ ക്രിസ്മസ് സന്ദേശം കൊടുക്കാൻ പോയി. ഒരു സിംഗിൾ മാനേജ്മെൻറ്റ് സ്കൂളാണ്. 360 കുട്ടികളിൽ 4 കുട്ടികളെ കാത്തലിക്സ് ഉള്ളൂ, കത്തോലിക്കരുണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുള്ളൂ. ബാക്കി ഭൂരിപക്ഷം പേരും ഹിന്ദു കുട്ടികളാണ്, പിന്നെ കുറച്ച് മുസ്ലിം കുട്ടികളുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ പോയി, ഈ വർഷവും പോയി. ഞാനവിടെ ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയതാണ് ഈ 360 പിള്ളേരിൽ ഒരു 150-200 പിള്ളേർ ഈ ക്രിസ്മസ് പപ്പായുടെ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ ക്രിബൊക്കെ ഉണ്ടാക്കി. ഇനി അവർക്കൊരു ദിവസത്തെ ആഘോഷമാണെന്ന്, ക്രിസ്മസ് ആഘോഷം. അതിന് അവർ പാടിയ പാട്ടുകളും നടത്തിയ ഡാൻസുകളെല്ലാം ക്രിസ്ത്യൻ ഭക്തിഗാനമാണ്. ഒരുപക്ഷെ നമ്മുടെ പള്ളികളിലോ നമ്മുടെ സ്ഥാപനങ്ങളിലോ അത്രയും ഞാൻ കണ്ടിട്ടില്ല. വേറെ ഒരു പാട്ടും, ഒരു സിനിമാ പാട്ടിന് പുറമേ ഉള്ളൊരു പാട്ട് മറ്റ് ഭക്തിഗാനങ്ങളൊന്നും പാടിയില്ല. ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ മാത്രം പാടിക്കൊണ്ടാണ് അവരുടെ ഗാനമേളയും അവരുടെ ഡാൻസുകളും മറ്റ് പ്രോഗ്രാമും നടത്തിയത്. അപ്പോൾ ഞാൻ ഈശോ ആരാധനയെക്കുറിച്ചുള്ള ആ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അവിടുത്തെ ഒരു അധ്യാപകൻ ഒരാശംസ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫാദർ ഇവിടെ വന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഞാൻ യേശുവിനെ ദൈവമായിട്ട് കണക്കാക്കുന്നില്ല. യേശു നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ സ്നേഹത്തിൻ്റെ വലിയൊരു ഉദാഹരണമായിരുന്നു. സഹനത്തിൻ്റെ വലിയൊരു ദർശനം നൽകിയ വ്യക്തിയായിരുന്നു. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ ഈശോ നല്ല മനുഷ്യനാണ്, ഈശോയിൽ ഒത്തിരി നന്മകളുണ്ട്, പക്ഷേ ഈശോയെ ദൈവമായിട്ട് ഞാൻ സ്വീകരിക്കുന്നില്ല. ഇങ്ങനെ ഈശോയെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമുണ്ട്, ദൈവം ഒഴികെ. നമ്മെ സംബന്ധിച്ച് ഈശോ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ദൈവമാണ്, അതേസമയം തന്നെ ഈശോ പൂർണ്ണ മനുഷ്യനുമാണ്. അപ്പോൾ ഈ പാഷണ്ഡതം നെസ്തോറിയം പറയുന്നത് ഈ മറിയത്തിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട യേശു എന്ന് പറയുന്ന വ്യക്തി മനുഷ്യൻ മാത്രമാണ്, അഥവാ മറിയത്തിൽ നിന്നും സ്വീകരിച്ചത് മനുഷ്യത്വമാണ്. സഭ എല്ലാ കാലത്തും പഠിപ്പിക്കുന്നു മറിയത്തിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട വ്യക്തി പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. അതിനെ വേർതിരിക്കാൻ പറ്റുകയില്ല. വേർതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒന്നായിരിക്കുന്ന ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പൂർണ്ണതയായ യേശുക്രിസ്തുവിനെയാണ് മറിയമെന്ന് പറയുന്ന സ്ത്രീ തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചത്, ജന്മം കൊടുത്തത്. അതുകൊണ്ടാണ് മറിയത്തിന് ദൈവമാതാവ് എന്ന സ്ഥാനം സഭ കൊടുക്കുന്നത്. യേശു എന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണ ദൈവമായിട്ടും പൂർണ്ണ മനുഷ്യനായിട്ടും തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് ഈശോയുടെ ദൈവത്വം എന്ന് പറഞ്ഞാൽ മാമോദിസ വേളയിൽ ലഭിച്ചതല്ല. ഈശോയുടെ ദൈവത്വം എന്ന് പറഞ്ഞാൽ അത്ഭുതം ചെയ്യുന്ന സമയത്ത് ഉണ്ടായതല്ല. ഈശോയുടെ ദൈവത്വം എന്ന് പറഞ്ഞാൽ ഈശോയുടെ പീഡാസഹനിൽ ഉണ്ടായതല്ല. ഈശോയുടെ ദൈവത്വം എന്ന് പറഞ്ഞാൽ ഈശോ കുർബാന സ്ഥാപിക്കുമ്പോൾ ഉണ്ടായതല്ല. ഈശോയുടെ ദൈവത്വം എന്ന് പറഞ്ഞാൽ ഉദ്ധാനം ചെയ്തതിന് ശേഷമുള്ളതല്ല. ഈശോയുടെ ദൈവത്വം എന്ന് പറഞ്ഞാൽ അത് അനാദി മുതലുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം നമ്മൾ ആരംഭം മുതൽ വായിക്കുന്ന എങ്ങനെയാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തം അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടെ ഉണ്ടായിട്ടില്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. അപ്പോൾ വചനത്തിന് എല്ലാവിധ സവിശേഷതകളെയും ചേർത്ത് വെച്ചിട്ടാണ് യോഹന്നാൻ ഈ സുവിശേഷം ആരംഭിക്കുന്നത്. വചനം ആദിയിലുണ്ടായിരുന്നു, അത് ദൈവത്തോടു കൂടിയായിരുന്നു, അത് ദൈവമായിരുന്നു, അത് ജീവനായിരുന്നു, അത് വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിനെ കീഴടക്കി. ഇങ്ങനെ ഈ വചനത്തിൻ്റെ സമ്പൂർണതയാണ് വീണ്ടും യോഹന്നാൻ്റെ 1:14 നമ്മൾ വായിക്കുന്നത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ വിവരിക്കുന്ന ഈ വചനത്തിൻ്റെ സമ്പൂർണമായ സ്വീകാര്യതയാണ് പരിശുദ്ധ മറിയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ എല്ലാ കാലത്തും ദൈവത്തിൻ്റെ മാതാവായിട്ട് സഭ ആദരിക്കുന്നത്, വണങ്ങുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ ഒരു വാക്യം പക്ഷെ നിങ്ങൾ കേട്ട് കാണും. പരിശുദ്ധ മറിയം വചനത്തെ ഉദരത്തിൽ മാത്രമല്ല ഹൃദയത്തിലും സ്വീകരിച്ചു. ഉദരത്തിൽ മാത്രമായിരുന്നെങ്കിൽ പുത്രന് ജന്മം കൊടുക്കുന്നതോടുകൂടി അവളുടെ പ്രസക്തി ഇല്ലാകുമായിരുന്നു. എന്നാൽ അവൾ ഹൃദയത്തിലും സ്വീകരിച്ചുകൊണ്ട് എല്ലാ കാലത്തും അവൾ ദൈവത്തിൻ്റെ മാതാവാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ സ്വീകാര്യത,
വചനത്തെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുവാൻ തയ്യാറായ വ്യക്തിയാണ് പരിശുദ്ധ മറിയം എന്ന കാര്യമാണ് ഈ ദൈവ മാതൃത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ആദിയിലെ തന്നെ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന ദൈവം, അല്ലെങ്കിൽ ദൈവികമായ രക്ഷാപദ്ധതിയുടെ ഉത്ഭവത്തിൽ തന്നെ പുത്രന് ജന്മം കൊടുക്കുവാൻ ദൈവം പദ്ധതിയിടുമ്പോൾ അതിനു വേണ്ടി ഒരു സ്ത്രീയെയും കൂടെ അവിടുന്ന് ഒരുക്കി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് ദൂതൻ വന്ന് കൃപ നിറഞ്ഞവളെ സുസ്തി എന്ന് പറയുന്നത് അത് ആ സമയത്ത് മറിയത്ത് നിറഞ്ഞ കൃപയല്ല. ഈ കൃപ നിറഞ്ഞ ഒരു വ്യക്തിയെ വന്ന് ദൂതൻ അഭിസംബോധന ചെയ്യുകയാണ്. അപ്പോൾ സഭ പഠിപ്പിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ ഈ കൃപയുടെ നിറവ് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ സമ്മാനമാണ്, ദൈവത്തിൻ്റെ സവിശേഷമായ തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ ആദരിക്കുന്നത്, ഈ തിരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് മറിയത്തിൻ്റെ ദൈവമാതൃത്വ സംഭവത്തിലൂടെ. ഈ ദൈവമാതാവിനെ ഈശോ തൻ്റെ മാതാവായി സ്വീകരിച്ച് നമുക്ക് ഉറപ്പാണ്. ആ ഈശോയാണ് മറിയത്തെ നമുക്കും മാതാവായിട്ട് തരുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അമ്മയില്ലാത്തവർക്ക്, അമ്മയുടെ സ്നേഹം അനുഭവിക്കാത്തവർക്ക്, അമ്മയുടെ പരിഗണനയും വാത്സല്യവും സ്വീകരിക്കാത്തവർക്ക് പരിശുദ്ധ കന്യാമറിയം എന്നും നല്ലൊരമ്മയായിരിക്കും. അതുകൊണ്ട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ കുരിശിൽ കടന്ന അവസാന നിമിഷം പരിശുദ്ധ അമ്മയെ യോഹന്നാനിലേക്ക് കൈമാറുമ്പോൾ യോഹന്നാനിലൂടെ ഈശോയിലേക്ക് വരുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യവും സംരക്ഷണമാണ്. ഒരു അനാഥാലയത്തിൽ ഞങ്ങൾ ധ്യാനിപ്പിക്കുന്ന സമയം അതിലുള്ള 48 പിള്ളേരിൽ ഭൂരിപക്ഷം പേരും മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അധികം പേരും ഓർഫൻസാണ്. കുറച്ച് പേർക്ക് അപ്പനമ്മയില്ല, കുറച്ച് പേർക്ക് അമ്മയെ അറിയത്തില്ല, കുറച്ച് പേർക്ക് അപ്പനില്ല. അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ വളരുന്ന കുട്ടികളാണ്. ഇപ്പോൾ 2 ദിവസം ധ്യാനമായിരുന്നു. ധ്യാനത്തിൻ്റെ സമാപന ദിവസം ഒരു ആരാധന നടത്താൻ വേണ്ടി ഞങ്ങൾ റെഡിയായി. കുട്ടികളെല്ലാം അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ ഈ അൾത്താരയുടെ പുറകിൽ ദിവ്യകാരനും എഴുന്നള്ളിച്ച് വെച്ച് ഞാൻ പുറകിരിക്കുന്നു. എനിക്ക് കുട്ടികളെ കാണത്തില്ല. അപ്പോൾ ആരാധന തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെയുള്ള 4 സിസ്റ്റേഴ്സുണ്ട്, ഈ SABS സന്യാസ സമൂഹത്തിൽപ്പെട്ട സിസ്റ്റേഴ്സാണ് കുട്ടികളെ നോക്കുന്നത്. വളരെ സ്നേഹത്തോടെ വളരെ വാത്സല്യത്തോടെയാണ് സിസ്റ്റർമാരെ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവർക്ക് വലിയ സന്തോഷവും. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റേഴ്സ് ഇവിടെ 4 പേര് നിൽക്കും, നിങ്ങൾ കുട്ടികൾ ഓരോരുത്തരും വന്ന് സിസ്റ്റർമാരുടെ മുമ്പിൽ മുട്ടുകുത്തുക, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നത് കുട്ടികളുടെ കരച്ചിലാണ്, ഏങ്ങലടിയാണ്. ഇത് ഭയങ്കര ശബ്ദത്തിലായി. എല്ലാവരും കൂടെ കൂട്ടക്കരച്ചിൽ പോലെയായി. ഒത്തിരി പേര് ഇങ്ങനെ ഏങ്ങലടിച്ച് കരയുന്നു. എനിക്കതൊന്നും കാണത്തില്ല, കേൾക്കത്തേ ഉള്ളൂ. കാരണം ഞാൻ ഈ അൾത്താരുടെ പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമമായി. ഇനി എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ? ഉടനെ ഞാൻ പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാടിയിട്ടും ഈ കുട്ടികളുടെ കരച്ചിൽ തീരുന്നില്ല. അവസാനം ഞാൻ കർക്കശമായിട്ട് പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. അങ്ങനെ നിർത്തി. പിന്നെ ആരാധന കൺക്ലൂഡ് ചെയ്തു. അതിനുശേഷം ഞാൻ തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഇതിൽ മദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇന്നലെ വൈകുന്നേരം പിള്ളേർ പറഞ്ഞ മദറെ, ഞങ്ങൾക്ക് ഇച്ചിരി അനുഭവം ഉണ്ടായി ഈ ധ്യാനത്തിലൂടെ, അതൊന്ന് ഷെയർ ചെയ്യണം. ഉടനെ മദർ പറഞ്ഞു, നിങ്ങൾ TV കാണുന്ന അരമണിക്കൂർ സമയമുണ്ടല്ലോ, ആ സമയത്ത് TV ഹാളിൽ വരിക, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 7:30 മുതലുള്ള ഇവരുടെ സമയത്ത് ഇവരെല്ലാവരും ഒന്നിച്ചു വരുന്നു. 7:30 തുടങ്ങിയ ഇവരുടെ അനുഭവം പങ്കുവെക്കൽ 8:30 9:30 10:30 11 മണിയായി. 11 മണിയായപ്പോഴാണ് സിസ്റ്റർ പറഞ്ഞത്, മതി ഇനി നിർത്താം, കടന്നുറങ്ങാൻ വേണ്ടി പിള്ളേർ പിരിച്ചു വിട്ടു. ഇക്കാര്യമാണ് സിസ്റ്റർ എൻ്റെ പിറ്റേ ദിവസം ഫോണിൽ കൂടെ പറയുന്നത്. എൻ്റെ സിസ്റ്റർ പറയുകയാണ്, ഇതിൽ പറഞ്ഞ കുട്ടികളിൽ അവരുടെ അനുഭവം ഇതാണ്. അപ്പനില്ലാത്ത മക്കൾ ഈ ദിവ്യകാരണ സന്നിധിയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവരോട് ഒന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് പിതാവായിട്ടുണ്ട്, അപ്പനായിട്ടുണ്ട്. അമ്മയില്ലാത്ത മക്കൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വന്ന ഈ മക്കളോട് ചിലരോട് പറയാണ്, ഞാൻ നിനക്ക് അമ്മയായിട്ടുണ്ട്. ഇത് കേട്ട് ഇവർ വീണ്ടും കരയുക. അങ്ങനെയാണ് ഈ ഏങ്ങലടിയും കരച്ചിലും ഉണ്ടായത്. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായി. 2 ദിവസത്തെ ധ്യാനമേ ഉള്ളൂ, അതിൽ ഈ കുട്ടികൾക്ക് ഇത്രയും അനുഭവം ഉണ്ടാകണമെങ്കിൽ അവരെത്രമാത്രം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരായിരിക്കാം, ദൈവം അവരെത്രമാത്രം സ്നേഹിക്കുകയും പരിപാലിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരായിരിക്കാം. അത് ഞാൻ പറഞ്ഞു വന്നത്, അമ്മയില്ലാത്ത മക്കൾക്കുള്ള ആശ്വാസ വാക്കുകളാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ഞാൻ നിനക്ക് അമ്മയായിട്ടുണ്ട്. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ, മദർ ഓഫ് ഗോഡ്, വർഷാരംഭത്തിൽ തന്നെ സഭ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് അമ്മയായിരിക്കട്ടെ.
പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായ സംരക്ഷണവും ആശ്ലേഷണവും സഹായവും ഈ വർഷം മുഴുവനും ഉണ്ടാകുവാൻ, ഈ 2025 വർഷം മുഴുവനുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണത്തിനാണ് ഈശോ നമ്മളെല്ലാവരെയും ഇട്ടിരിക്കുന്നത്. ആ സംരക്ഷണ കവചത്തെ ഭേദിക്കുവാൻ ഒരു തിന്മയുടെ ശക്തിക്കും സാധിക്കുകയല്ല. കാരണം പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. പരിശുദ്ധ അമ്മ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചവളും അവളെ സ്നേഹത്തോടെ പ്രസവിച്ചവളും അവനെ വളർത്തിയവളും ആണ്. അതുകൊണ്ട് ഈ അമ്മ പറഞ്ഞാൽ പ്രിയപുത്രൻ എന്തും നമുക്ക് ചെയ്തു തരും. ഈ അമ്മ ആവശ്യപ്പെട്ടാൽ പുത്രൻ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഈ 2025 വർഷം മുഴുവനും ഈ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വലിയ ആശീർവാദം, അനുഗ്രഹത്തിൻ്റെ പ്രവാഹം പരിശുദ്ധ അമ്മ വഴി നമ്മളിലേക്ക് ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.